അപ്പോൾ ഗൈസ് ഇന്ന് വന്നിട്ട് വാട്ട് ആഫ്റ്റർ പ്ലസ് ടു പ്ലാനാണ് എൻ്റെ. അപ്പോൾ ഇന്നലെയാണ് എൻ്റെ സ്കൂൾ പൂട്ടി. അപ്പോൾ ഇന്നൊക്കെ ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ഇപ്പോൾ 2 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. ഇതുവരെ കുളിച്ചിട്ടും കൂടിയില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ജെഇ സെക്കൻഡ് ഫേസിന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിന് കൊടുത്തിട്ടില്ല. കാരണം ഫസ്റ്റ് ഫേസിൻ്റെ ആ ടൈമിലായിരുന്നു എനിക്ക് ലാബൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഫേസിന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഫേസും പോയിരുന്നു, ലാബും പോയിരുന്നു. രണ്ടും കൂടി പോക്കണ്ടല്ലോ വെച്ചിട്ടാണ് ലാബിന് കൊടുത്ത്. സെക്കൻഡ് ഫേസിക്ക് എന്തായാലും എഴുതണമെന്നുണ്ട്. വെറുതെ എഴുതി നോക്കാമെന്ന് വെച്ചിട്ടാണ്. കാരണം അതിൻ്റെ എങ്ങനെയാണ് ജെഇ എക്സാം എങ്ങനെയാണെന്ന് ഒരിക്കലും ഒരു മാർക്കിലും പ്രതീക്ഷയില്ല. എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും ഒരു പ്രതീക്ഷയില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണ്. അതിനോട് തന്നെ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന 26-ാം തീയതിയാണ്, അല്ല 27-ാം തീയതി. അപ്പോൾ ഇന്ന് 27, 28, 29 ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. സ്കൂളിൽ പൂട്ടുന്ന വരെ ഒരു മാസം അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെ പഠിച്ച്. അപ്പോൾ എന്തായാലും ഒരു 3 ദിവസം റെസ്റ്റ് എടുത്തിട്ട് 31 31-ാം തീയതി 1-ാം തീയതി മുതൽ സെക്കൻഡ് ഫേസിനുള്ള സ്റ്റഡി ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 31-ാം തീയതി 30-ാം തീയതി 1-ാം തീയതി മുതൽ ഞാൻ ജെഇൻ്റെ സെക്കൻഡ് ഫേസിലുള്ള സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യിച്ച്. ഇതുവരെ ഡേറ്റ് ഒന്നുമില്ല, കൊടുത്തിന്, പക്ഷേ ഡേറ്റ് ഇതുവരെ ഒന്നുമില്ല. എന്നാണെന്നുള്ള അറിയില്ല. ഒരു 10-ാം തീയതി 6-ാം തീയതി മുതൽ 10-ാം തീയതിൻ്റെ ഉള്ളിലാണ് വരിക എന്നാണ് തോന്നുന്നത് ജെഇൻ്റെ. അപ്പോൾ അതെന്തായാലും എഴുതണം. അത് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്തൊക്കെയാണെങ്കിൽ കുറേ ആൾക്കാർ കമൻറ്റിൽ വെച്ചാണ് ഞാൻ ഇപ്പോൾ ഈ പ്ലാൻ പറഞ്ഞത്. അറിയില്ല, റിപ്പീറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ജെഇ തന്നെ റിപ്പീറ്റ് ചെയ്യാം. കിട്ടുമോ കിട്ടില്ല അതൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓഫ്ലൈനാണോ ഓൺലൈനാണോ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്താണ് ആകെ 3 എൻ്റെ മനസ്സിലുള്ള ഓപ്ഷൻസ്: എജുപോർട്ട്, സൈലം അല്ലെങ്കിൽ ബ്രില്യൻറ്റ്. ഇതിൽ ഏതെടുക്കും എനിക്ക് അറിഞ്ഞൂടാ. ഓഫ്ലൈൻ എടുക്കാനും ചാൻസ് കൂടുതൽ. കാരണം ഓൺലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വീടൊക്കെ നല്ല കംഫർട്ട് സോൺ ആയിട്ട് തന്നെ എന്തായാലും എനിക്ക് പഠിക്കാനില്ല. അനുഭവത്തിൻ്റെ ഇതിൽ പറയണതാണ്. അതിനോട് ഓൺലൈൻ എന്തായാലും ഞാൻ എടുക്കില്ല. ഈ ഓഫ്ലൈൻ എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ഞാൻ ഒരു ജെഇ ഏകദേശം പ്ലസ് ടുവിൻ്റെ പകുതി കഴിയപ്പോൾ ഞാൻ ജെഇ അതുവരെ ഞാൻ ജെഇ തന്നെയാണ് പഠിച്ച്. പിന്നെ ഞാൻ ജെഇ സ്കിപ്പ് ചെയ്യാനുള്ള കാരണം ബോർഡ് എക്സാമിൽ അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അത് സ്കിപ്പ് ചെയ്ത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് വലിയ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം നല്ല ടഫായിരുന്നു. കെമിസ്ട്രിയും ഫിസിക്സും കുഴപ്പമില്ലാത്ത ടഫ്. എന്തായാലും ഫുൾ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാനില്ല. അതിൻ്റെ പ്രതീക്ഷ. മാത്സിൽ ഇപ്പോൾ എന്തായാലും നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്കോളർഷിപ്പ് എവിടെയാണോ കിട്ടുന്നത് അവിടെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോകണം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും April 1-നൊക്കെ റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ സെക്കൻഡ് ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വിഷു വരെയൊക്കെ ഞാൻ എന്തായാലും പിന്നും ലീവായിരിക്കും, ലീവ് എടുക്കും, റെസ്റ്റ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർഗാനിക്കോ അല്ലെങ്കിൽ അങ്ങനെ മാത്സിൻ്റെയൊക്കെ ബേസ് സെറ്റ് ആക്കണം, എന്നിട്ടാണ് റിപ്പീറ്റിന് പോവുക. അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ റിപ്പീറ്റിന് പോയി അന്നെ കൊണ്ട് കിട്ടില്ല എന്നൊക്കെ കമൻറ്റ് വരും. ഞാൻ കെയർ ചെയ്യുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, അതന്നെ എൻ്റെ ഒരു പ്ലാൻ. അല്ല, അത് പോളിയിലൊന്നും പോകണതിനൊന്നും ഒരു കാര്യമില്ല. അതിന് നല്ല വല്ല ഡിഗ്രി എടുക്കുക, അതും കാര്യമില്ല. അപ്പോൾ എന്തായാലും ആലോചിക്കുന്നുണ്ട്. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഫേസ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാനാണ്. എത്രത്തോളം കയ്യിൽ നിന്ന് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 6 ദിവസം കൊണ്ടൊക്കെ എന്തെടുക്കാനാണെന്ന് അറിഞ്ഞൂടാ. അത്യാവശ്യം നോക്കിയാണ്ട് മുന്നൊക്കെ നോക്കിയാണ്ട് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്ലാൻ എന്നൊക്കെ പറയാം. ആലോചിക്കണം, റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പ്ലാനൊക്കെ പറയാം. അത്ര തന്നെ വരാനുള്ള വീഡിയോ. ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു എന്താണ് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. അവിടെ അത്യാവശ്യം ഒച്ച ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. കുറച്ച് ഒച്ച ഉണ്ടായിരുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം കീമും ക്യൂസായിട്ടൊന്നും എഴുതില്ല. കാരണം ഈ പ്രാവശ്യം വെറുതെ ജെഇ മാത്രമേ എഴുതി വെക്കുന്നുള്ളൂ. കാരണം ഈ പ്രാവശ്യം കീം അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ കിട്ടുന്നില്ല, കിട്ടിയാലും പോകില്ല. അതിനോട് തന്നെ വെറുതെ എഴുതിയിട്ട് പൈസ കളയണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാ എക്സാമും ഞാൻ എഴുതുന്നുണ്ട്. കാരണം ഏതിലാണ് നമുക്ക് കിട്ടുകയെന്ന് അറിയാമല്ലോ. ഒന്നും കിട്ടിയില്ലെങ്കിലും എല്ലാം എഴുതും. കിട്ടുമോ കിട്ടില്ല അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എല്ലാം എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. കീം, ക്യൂസാറ്റ്, CUT, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ജെഇ, NDA ഇനി എഴുതാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഫുൾ എഴുതാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ പറയാം. വേറെ ഒന്നും പറയാനില്ല. റിപ്പീറ്റ് അത്ര തന്നെ ഉള്ളൂ പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.